ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു നെക്ക് ഡിസൈൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഇതാണ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ്. അപ്പോൾ നമ്മളിവിടെ വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് ചെയ്യണത്. ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ബീഡ്സ് മാത്രമാണ് ആവശ്യമുള്ളത്. ഒന്ന് ഞാൻ മെഹന്തി ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു വൈറ്റ് കളറിലുള്ള ഷുഗർ ബീഡ്സും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വർക്ക് ആരി നീഡിൽ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മളെപ്പോഴും നോർമൽ നീഡിൽ വെച്ചിട്ടുള്ള വർക്കാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആരി നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആരി വർക്കൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനിവിടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അതേപോലെ തന്നെ നമുക്ക് പാറ്റേൺ ഒന്നും ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പോൾ റെഫറൻസിലുള്ള ആ ഒരു നെക്കല്ല ഇവിടെ കൊടുക്കുന്നത്, ഇവിടെ ഒരു വി നെക്കിലാണ് ചെയ്യണത്. അതുപോലെ ആ ഒരു ഫോട്ടോയിൽ പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പൈപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു നെക്ക് ലൈനിലും അതുപോലെ താഴോട്ട് വരുന്ന ഈ ഒരു പാറ്റേണിലാണ് ചെയ്യണത്. ഈ ഒരു പാറ്റേൺ നമുക്ക് വേറെ പേപ്പറിലേക്ക് വരച്ച് ട്രേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫോൺ നോക്കിയിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാബ്രിക്കിലൊക്കെ ഇത് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ ഫുള്ളായിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മെറ്റീരിയലിന് സെയിം കളർ ത്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു ഫ്ലവറാണ് ആദ്യം ചെയ്യണത്. ആദ്യം സെൻറ്ററിൽ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു റൗണ്ട് ഫുള്ളാവാൻ വേണ്ടിയിട്ട് എത്രയും ബീഡ്സ് വേണോ അത്രയും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്ലവർ നോർമൽ നീഡിൽ വെച്ചിട്ടും അതേപോലെ ആരി നീഡിൽ വെച്ചിട്ടും ചെയ്യുന്ന വീഡിയോസ് ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് തന്നെ പറയുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലൈൻസിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മെഹന്തി കളറിലുള്ള ബീഡ്സ് ആണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഓരോ ബീഡ്സായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വരച്ചെടുത്തിട്ടുള്ള എല്ലാ ലൈനിലും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എൻഡിലായിട്ട് വൈറ്റ് ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിനിടയ്ക്കായിട്ട് വൈറ്റ് പേൾസ് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഭംഗിക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു ഹാഫ് പോർഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡിൽ നമ്മൾ ലൈൻസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതുകൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. സൽവാറിനൊക്കെ പറ്റുന്ന ഒരു നല്ല ഡിസൈനാണ് കേട്ടോ ഇത്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.